ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പഴയ PVC പൈപ്പും അതുപോലെ ചിരട്ടയും കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 പ്ലാന്റർ ഐഡിയാസാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെയുള്ളൊരു PVC പൈപ്പ് കൊണ്ടാണ് ഞാനിവിടെ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു 3 സൈഡിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ചെറിയൊരു കട്ടിങ്സ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ ആ ഒരു കട്ടിങ്സിൻ്റെ അടയാളത്തിന് വേണ്ടിയിട്ട് പെൻസിൽ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ചിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ സിമ്പിളായിട്ട് പറ്റുമല്ലോ. ഇപ്പോൾ ദാ ഇതുപോലെയാണ് കേട്ടോ ഞാനിങ്ങനെ 3 റൗണ്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. ഇപ്പോൾ ദാ ആ ഒരു 3 റൗണ്ട്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കത്തി ഇങ്ങനെ ഗ്യാസുമ്മ ചൂടാക്കിയിട്ട് തീയിൽ, ഇപ്പോൾ നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അതുമായാലും വെച്ചിട്ട് ഈ കത്തി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ മേലെ കൂടി ഇങ്ങനെ വരച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ കട്ടായി കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ PVC പൈപ്പൊക്കെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചാൽ മതി. അതുപോലെ ഈ ഒരു പൈപ്പിൻ്റെ 2 അറ്റത്തും ഞാൻ 2 ചെറിയ ഹോൾസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ പപ്പടക്കോല് ഇതുപോലെ തന്നെ ഗ്യാസ്മ വെച്ച് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഈ ഒരു PVC പൈപ്പ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളർ ഇനാമൽ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വെക്കണം. മിനിമം ഒരു ദിവസമെങ്കിലും ഞാനിത് ഉണക്കാൻ വെക്കാറുണ്ട് കേട്ടോ. ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും അത് ഉണങ്ങി കിട്ടാൻ. ഇപ്പോൾ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ഇത് നല്ല രീതിയിലൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുള്ളത്. പിന്നെ നല്ല വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളും. ഇനി ഇതുപോലെയുള്ള ഒരു ടാങ്കീസാണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഹോളാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ PVC പൈപ്പിൻ്റെ അറ്റത്ത്, അതിലൂടെ ഇതിട്ടിട്ട് ഒരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 ഭാഗത്തും ഈ ടാങ്കീസൊക്കെ ഇട്ടിട്ട് ഒരു ഹാങ്ങർ പോലെ ഇത് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇവിടെ ഞാൻ ഇതുപോലെയുള്ള 2 ചിരട്ടകളാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ചിരട്ട ഈ ഒരു PVC പൈപ്പിൻ്റെ അറ്റത്ത് നല്ല രീതിയിലൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. 2 അറ്റത്തും സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പോൾ പൈപ്പിൻ്റെ 2 അറ്റത്തും ഞാൻ ചിരട്ട വെച്ച് നല്ല രീതിയിൽ അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പൈപ്പിൻ്റെ അറ്റത്ത് വെക്കാൻ നമുക്ക് PVC പൈപ്പിൻ്റെ തന്നെ ഒരു ടോപ്പ് കിട്ടും. പക്ഷെ അതിപ്പോൾ എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചിരട്ടയാവുമ്പോൾ മിക്കവരുടെ കയ്യിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും വർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൽ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാണകപ്പൊടിയും സാദാ മണ്ണുമാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ടാങ്കീസ് 2ഉം കൂടി നല്ല രീതിയിലൊന്ന് മുറുക്കി കൊടുക്കണം. നമുക്ക് ഒരു ഹാങ്ങർ പോലെ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു ഹോൾസ് ഇട്ടതിലൊക്കെ നമുക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഡയാന്തസിൻ്റെ കുറച്ച് വെറൈറ്റി കളേഴ്സാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലാന്റൊക്കെ PVC പൈപ്പിൽ നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടിക്കോളും.
പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആകുമ്പോൾ കുറച്ച് അട്രാക്ഷനും കൂടി ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ആണിയുമാണ് ഇത് ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പം ഹാങ്ങൊക്കെ ചെയ്തിട്ടപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ആവശ്യമില്ലാതെ കിടന്നിരുന്ന ഒരു പഴയ PVC പൈപ്പ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെയുള്ള പൈപ്പൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മുടെ ഗാർഡന് നല്ല ഭംഗിയുള്ളതും അതുപോലെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും അധികം ചിലവൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ഇതുപോലെയുള്ള ഒരു PVC പൈപ്പ് കൊണ്ടാണ് ഞാനിവിടെ പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ലെങ്ത്ത് കുറവാണ്, പക്ഷേ ഈ ഒരു അറ്റം കുറച്ച് വട്ടം കൂടിയതാണ് കേട്ടോ. ഇനി ഈ ഒരു പൈപ്പിൻ്റെ 4 സൈഡിലും ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം. അത് ഒരു ഹാങ്ങിങ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പപ്പടക്കോല് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതും ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പൈപ്പ് ഒന്ന് പെയിൻ്റ് അടിച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ യെല്ലോ കളറ് ഇനാമൽ പെയിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് അതൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ളൊരു ടാങ്കീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിട്ടുള്ള ഹോളിലൂടെ ഇട്ടിട്ട് ഒരു ഹാങ്ങിങ് പോലെ ആക്കിയെടുക്കണം. ഇപ്പോൾ അതാ ഞാൻ 4 ഹോളിലൂടെയും ടാങ്കീസ് ഇട്ടിട്ട് ഒരു ഹാങ്ങിങ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും അതൊന്ന് നല്ല രീതിയിൽ ഒന്നിച്ച് കെട്ടിയെടുക്കാം. ഇനി ഇതുപോലെയുള്ളൊരു ചിരട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും സൈസുള്ള ഒരു ചിരട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചിരട്ടയൊക്കെ ആവുമ്പോൾ പല സൈസിലുള്ള ചിരട്ടകളും നമുക്ക് കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു ഐഡിയക്ക് ഇവിടെ ചിരട്ട തന്നെ ഉപയോഗിച്ചത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതിലോട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാണകപ്പൊടിയും സാദാ മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഇതിലും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അതാ ഇതിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ വെച്ച് കൊടുക്കുന്ന പ്ലാന്റ് കൊങ്ങിണിപ്പൂവ്, അതുപോലെ ലെൻഡാന എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് PVC പൈപ്പിൽ നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടിക്കോളും. അപ്പോൾ അതാ ഞാൻ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പ്ലാന്റർ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് ഹാങ് ചെയ്ത് ഇടുന്നതിനേക്കാളും ഇഷ്ടമായത് ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ തന്നെ അതിലെന്തെങ്കിലും മണി പ്ലാന്റ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇതിലും കുറച്ച് ഭംഗി കിട്ടും. ഇതിപ്പോൾ ഈ ഒരു കൊങ്ങിണി ചെടി കാരണം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇതുപോലെ PVC പൈപ്പൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.